നാളുകളായി പെരുവന്താനം പഞ്ചായത്തിന്റെ വിവിധ മേഖലയിൽ തുടരുന്ന കാട്ടാന ശല്യത്തിന് വനംവകുപ്പ് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് പെരുവന്താനം പഞ്ചായത്ത് പ്രസിഡന്റ് നിജിനി ഷംസുദ്ദീൻ പറഞ്ഞു. മേഖലയിൽ തുടർച്ചയായി കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുമ്പോഴും വനംവകുപ്പിനെ സമീപിക്കുമ്പോൾ ഫോറസ്റ്റ് വാഹനത്തിൽ കറങ്ങുന്നതല്ലാതെ ആനയെ തുരത്തി വനത്തിലേക്ക് കയറ്റിവിടുന്നതിനുള്ള യാതൊരു നടപടിയും വനംവകുപ്പ് സ്വീകരിക്കുന്നില്ലെന്നും ജനങ്ങളുടെ ജീവന് യാതൊരു വിലയും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൽപ്പിക്കുന്നില്ലെന്നും പെരുവന്താനം പഞ്ചായത്ത് പ്രസിഡന്റ് നിജിനി ഷംസുദ്ദീൻ പറഞ്ഞു. നിരന്തരമായിട്ടുള്ള കാട്ടാന ശല്യം അതിരൂക്ഷമായിരിക്കുകയാണ്. മതമ്പയിൽ വീണ്ടും ഒരു മരണം സംഭവിച്ചിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്ന തമ്മലക്കാട് പ്രദേശത്തുള്ള പുരുഷോത്തമൻ എന്ന ഒരു ചേട്ടനാണ്. ഇപ്പൊ നിരന്തരമായി ഈ മരണങ്ങൾ സംഭവിക്കുമ്പോഴും അധികാരികൾ വന്ന് അവരുടെ ജോലി തീർക്കൽ പോലെ കാണിക്കുന്നു എന്നല്ലാതെ മറ്റൊരു നടപടികളിലേക്കും പോകുന്നില്ല. അടിയന്തരമായി ഇനിയൊരു ജീവൻ പൊലിയുന്നതിന് മുന്നേ ഇതിന് വേണ്ടുന്ന ബാക്കി നടപടികൾ സ്വീകരിക്കണം. ഈ ഒറ്റയാൽ കഴിഞ്ഞ തവണ സോഫിയ എന്ന യുവതി മരണപ്പെട്ട കാരണക്കാരായ ആന തന്നെയാണ് ഇപ്പോൾ ഈ പുരുഷോത്തമ ചേട്ടനെ കൊല ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടുന്ന നടപടി, ഈ ആനയെ എത്രയും പെട്ടെന്ന് ഈ ജനവാസ മേഖലകളിൽ നിന്ന് മാറ്റിത്തരണം. അതിന് വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കണമെന്നാണ് പറയാനുള്ളത്. ഫെസ്റ്റൂൺ ന്യൂസ്, മുണ്ടക്കയം.